മതം മാറാൻ തയ്യാറാകാത്തവർ വധിക്കപ്പെടുന്നു. അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. കത്തോലിക്ക സഭയുടെയും ജെസ്യൂട്ട് സഭയുടെയും തീരുമാനമായിരുന്നു അത്. അതനുസരിച്ച് അവർ എത്ര പേരെ ചുട്ടുകൊന്നു, എത്ര പേരെ കൊന്നു, എത്ര പേരെ കൊല്ലാതെ കൊന്നു എന്നതിന് കൃത്യമായ ഒരു കണക്കില്ല. വാളെടുക്കുന്നവൻ വാളാലെന്ന് വെളിവാക്കിയ യേശുദേവന് വേണ്ടി അവർ വാളെടുത്തു. ഇത് എൻ്റെ വാക്കുകളല്ല. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ KS രാധാകൃഷ്ണനുണ്ടായ ഒരു ദർശനമാണ്. കോളനി വാഴ്ചകളുടെ കറുത്ത ഏടുകളെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി വളച്ചൊടിച്ച് ക്രൈസ്തവർക്കെതിരെ നീങ്ങുന്ന സംഘപരിവാരത്തിൻ്റെ പുതിയൊരു തിരക്കഥ വന്നിട്ടുണ്ട്. പേര് ഗോവൻ ഇൻക്വിസിഷൻ. വിദേശ പോർച്ചുഗീസ് സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിരുന്നു 1560 ആണ്ടിൽ പോർച്ചുഗീസ് രാജാവായിരുന്ന ജോൺ മൂന്നാമൻ്റെ ഉത്തരവിനാൽ ആരംഭിച്ച ഗോവൻ ഇൻക്വിസിഷൻ എന്ന ഗോവൻ മതകോടതി. എന്നാൽ ഗോവൻ ഇൻക്വിസിഷൻ ഉത്തരവിട്ടത് വത്തിക്കാനും കത്തോലിക്ക സഭയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും ജെസ്യൂട്ട് സഭയുമാണെന്ന് രാധാകൃഷ്ണൻ സാറിങ്ങനെ തകർത്ത് അടിച്ചുകൊണ്ടിരിക്കുക. 1560 ആരംഭിച്ച ഗോവൻ ഇൻക്വിസിഷന് ഉത്തരവിട്ടത് 1552 മരിച്ച ഫ്രാൻസിസ് സേവ്യറും ജെസ്യൂട്ട് സഭയാണെന്ന് പറഞ്ഞു വെക്കുന്നതിന് പുറകിലെ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 7 ലക്ഷത്തോളം പേരെ മതം മാറ്റിയെന്നാണ് ആരോപണം. അങ്ങനെ പറയുമ്പോൾ അന്നത്തെ പഴയ ഗോവയിലെ ജനസംഖ്യ എത്രയായിരുന്നു എന്നുകൂടി പഠിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. എന്ന് വച്ചാൽ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്ന ഗോവയിലെ ഓൾഡ് കോൺക്വസ്റ്റിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് 55,000-നും 75,000-നും ഇടയിലായിരുന്നു. അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. 1542 ഗോവയിലെത്തി. 1549 ജപ്പാനിലേക്ക് പോയി. അതുവരെയുള്ള 7 വർഷക്കാലം. പിന്നീട് 1552 ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1552 ഡിസംബർ 3-ാം തീയതി മരിക്കുന്നത് വരെയുള്ള മൊത്തം ഒരു 8 വർഷക്കാലം വരുന്ന കാലയളവിനുള്ളിൽ ഫ്രാൻസിസ് സേവ്യർ 7 ലക്ഷത്തോളം പേരെ ഗോവയിൽ മതം മാറ്റി എന്ന് പറയപ്പെടുന്ന പ്രസ്താവന തീർത്തും തെറ്റാണ്. അത് മതമാർഗീയ തീവ്രവാദത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുള്ളതുമാണ്. ഇത് KS രാധാകൃഷ്ണൻ സാറേ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങ് ഇന്ത്യയുടെ പ്രത്യേകത അനുസരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് ആവശ്യകതയൊന്നുമില്ലെന്നേ. അങ്ങ് അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ്റിന് ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനത്തിന് ഒന്ന് സ്വാതന്ത്ര്യം കൊടുത്തു നോക്ക്. ഹൃദയത്തിൽ ക്രിസ്തുവുമായി ജീവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുവാൻ ധൈര്യം കാണിച്ചാലുണ്ടല്ലോ സാറേ, അതിനെണ്ണമെടുക്കാൻ നിലവിലുള്ള നിങ്ങളുടെ സംഘമിത്രങ്ങൾ മുഴുവൻ പോരാതെ വരും. ഈശോ സഭ സ്ഥാപിതമായത് 1534 പാരീസിൽ വെച്ചിട്ടാണ്. 1498 ഇന്ത്യയിൽ പോർച്ചുഗീസുകാരെത്തി. ഇവിടെ എത്തിയിട്ട് ബിജാപ്പൂർ സുൽത്താനേറ്റിൽ നിന്നുമാണ് 1510 ഗോവയെ സ്വതന്ത്രമാക്കുന്നത്. അന്നു മുതൽ പോർച്ചുഗീസ് രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഇന്നത്തെ ഗോവ. രാജാവിൻ്റെ ഭരണമുള്ള ദേശത്ത് രാജാവിൻ്റെ നയങ്ങളാണ് എന്നും നടപ്പിലാക്കപ്പെടുക. അതുതന്നെയാണ് അവർ നടപ്പിലാക്കിയത്, അല്ലാതെ കത്തോലിക്ക സഭയുടെ നയങ്ങളല്ല. അന്നത്തെ രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു എന്നത് സത്യവുമാണ്. ഹിറ്റ്ലറും സ്റ്റാലിനും പോലും പേരുകൊണ്ടെങ്കിലും ക്രൈസ്തവരായിരുന്നു എന്ന സത്യം മറക്കരുത്. ഗോവൻ ഇൻക്വിസിഷൻ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പോർച്ചുഗീസ് രാജാവിൻ്റെ ഭീകരതയെ മുഴുവൻ സഭയുടെ പ്രവൃത്തിയെ കാണുവാൻ ആർക്കും ഒരിക്കലും സാധിക്കില്ല. അധികാരവും രാഷ്ട്രീയവും മതവും കൂട്ടിക്കിഴച്ച ഇടങ്ങളിലൊക്കെ ഈ ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയല്ലേ? അധികാരവും രാഷ്ട്രീയവും മതവും എല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. അതുകൊണ്ടല്ലേ, അത്തരത്തിലൊരു ഭയമുണ്ടായിരുന്നുകൊണ്ടല്ലേ സാറേ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അതിപ്രശസ്തമായ SR ബൊമ്മെ കേസിൽ പറഞ്ഞത് സ്റ്റേറ്റിന് മതമില്ല എന്ന്, മതമുണ്ടാകാൻ പാടില്ല എന്ന്. പ്രിയമുള്ള രാധാകൃഷ്ണൻ സാറേ, ചരിത്രത്തെ മിനിമം ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെയെങ്കിലും വായിക്കാതെ രാഷ്ട്രീയ വർഗീയ കാഴ്ചപ്പാടോടെ വായിച്ചാൽ ഇതൊക്കെയല്ലേ പറയാൻ പറ്റൂ എന്ന് എല്ലാവർക്കും അറിയാം. ഗോവൻ ഇൻക്വിസിഷൻ ഒരു ചരിത്ര സത്യം തന്നെയാണ് സാറേ, അതിന് മാറ്റമൊന്നുമില്ല. ഇതാരും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. 1560 സ്ഥാപിതമായി 1812 നിർത്തലാക്കപ്പെട്ട ഗോവൻ ഇൻക്വിസിഷൻ അത് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് ക്രൈസ്തവരും മതം മാറി വന്ന തദ്ദേശീയരായ ഇവിടുത്തെ ക്രൈസ്തവരും പിന്തുടർന്നു വന്ന ചില പഴയ അനാചാരങ്ങളിൽ നിന്നും അവരുടെ മുൻ മതങ്ങളുടെ ആചാരങ്ങളിൽ നിന്നും അത് പിന്തുടരുന്നത് അവരെ തടയുന്നതിന് വേണ്ടി മാത്രം ഗോവയിലൊരു മതകോടതി സ്ഥാപിക്കാൻ തീരുമാനമായതാണ്. 1545 ഫ്രാൻസിസ് സേവ്യർ അന്നത്തെ പോർച്ചുഗീസ് രാജാവായ ജോൺ മൂന്നാമന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്തെഴുതിയെന്നതും യാഥാർത്ഥ്യമാണ്. അത് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് ഈ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അത് സ്ഥാപിക്കുന്നത് തന്നെ 1552 ഫ്രാൻസിസ് സേവ്യറുടെ മരണത്തിനും 8 വർഷങ്ങൾക്ക് ശേഷമാണ്. സാറേ, എന്താ ഈ കാര്യം അങ്ങ് മറച്ചു വെച്ചത്? പ്രധാന നിയമം നടപ്പിലാകുന്നതാകട്ടെ, ഈ ഗോവൻ ഇൻക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന നിയമം നടപ്പിലാകുന്നതാകട്ടെ 1567 എന്ന് പറഞ്ഞാൽ
ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യ വിട്ടതിനും ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം പിന്നെ എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സാറേ അങ്ങ് പറയുന്നത് ഫ്രാൻസിസ് സേവ്യറും ജെസ്യൂട്ട് സഭയുമാണ് ഇത് സ്ഥാപിച്ചതെന്ന്? പോർച്ചുഗീസുകാരുടെ 249 വർഷം നീണ്ട ഭരണത്തിൽ ഇന്ത്യയിൽ ലഭ്യമായ ചരിത്രരേഖകൾ പ്രകാരം ഈ ഗോവൻ ഇൻക്വിസിഷന്റെ പേരിൽ 57 പേരെ ജീവനോടെ ചുട്ടുകൊന്നിട്ടുണ്ട്. അത് സത്യമാണ്. 64ഓളം പേര് ഈ ഗോവൻ ഇൻക്വിസിഷന്റെ ഭാഗമായി വിചാരണയ്ക്കിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ചരിത്രത്തിലെ കറുത്ത ഏടുകൾ തന്നെയാണ് ഈ ഗോവൻ ഇൻക്വിസിഷൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മനസ്സാക്ഷിയുള്ള ആർക്കും ഇതിനെ ന്യായീകരിക്കാനാവില്ല. ഒരു കാര്യം സാറേ, സായിപ്പിന്റെ ക്രൂരതകളെ മുഴുവൻ മതത്തിന്റെ പേരിൽ വെള്ളപൂശാൻ ഒരിക്കലും ശ്രമിക്കരുത്. 400 വർഷം മുമ്പ് നടന്ന പോർച്ചുഗീസ് കോളനി വാഴ്ചയുടെ പേരിൽ ഇന്ത്യയിലെ സമഗ്രമായ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ, ഇപ്പോഴും സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി നിന്ദിക്കാനുള്ള ശ്രമം ഒരിക്കലും അത് വിലപ്പോകില്ല. സാറേ, അങ്ങയോട് ഇനി ചില കാര്യങ്ങൾ ഈ ഗോവൻ ഇൻക്വിസിഷനൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില വസ്തുതകൾ ചോദിച്ചു കൊള്ളട്ടെ. അങ്ങ് അതിന് മറുപടി തരുമെന്ന് വിചാരിക്കുന്നു. ആര്യന്മാര് ദ്രാവിഡരോട് ചെയ്തതും ശങ്കരാചാര്യർ ബുദ്ധന്മാരോട് ചെയ്തതും ഇതോടൊപ്പം കൂട്ടി വായിക്കാൻ അങ്ങ് തയ്യാറുണ്ടോ? കഴിഞ്ഞ 12 വർഷക്കാലത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണത്തിന് കീഴിൽ അൺഡിക്ലെയർഡ് ഇൻക്വിസിഷനിലൂടെ നിങ്ങളുടെ സംഘപരിവാരങ്ങൾ ഇന്ത്യയിൽ എത്ര ക്രൈസ്തവരെ കൊന്നൊടുക്കി? ഒറീസയും ഗുജറാത്തും ഛത്തീസ്ഗഡും മണിപ്പൂരും ബംഗാളും ഒന്നും അങ്ങ് ഓർക്കാതിരിക്കരുത്. ജാതിയുടെയും ചാതുർവർണ്ണത്തിന്റെയും പേരിൽ ഇന്ത്യയിൽ കൊന്നൊടുക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? അതൊക്കെ ഏത് ഇൻക്വിസിഷന്റെ കീഴിലാണ് വരിക? പശുവിന്റെയും പട്ടിയുടെയും പേരിൽ പോലും നിങ്ങളുടെ ആളുകൾ തല്ലിക്കൊല്ലുന്നവർ ഏത് വിഭാഗത്തിൽപ്പെടും? ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദു രാജാക്കന്മാരും ഭരണാധികാരികളും കൊന്നൊടുക്കിയ ആളുകളുടെയും തകർത്തു കളഞ്ഞ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ദേവാലയങ്ങളുടെയും കണക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ സാറേ? ഗോവൻ ഇൻക്വിസിഷൻ നടക്കുമ്പോൾ അന്നത്തെ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ ആരുടെ പക്ഷത്തായിരുന്നു എന്ന് പഠിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? വന്യവയോധികനായിരുന്ന ഫാദർ സ്റ്റാൻസാമിയെ വെള്ളം പോലും കൊടുക്കാതെ ജയിലിലിട്ട് കൊന്നത് ഏത് ഇൻക്വിസിഷന്റെ പേരിലായിരുന്നു? ഏത് ഭീകരവാദത്തിന്റെ പേരിലായിരുന്നു? ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ തിമോത്തിയെയും ഫിലിപ്പിനെയും തീവച്ചു കൊന്നതും ഛത്തീസ്ഗഡിലും മറ്റും മരിച്ചവർ അടക്കം ചെയ്തിരിക്കുന്ന ശരീരം പോലും മാന്തിയെടുത്ത് ഭീകരത വിധിച്ച് വിലപേശുന്നതും ബംഗാളിലും മറ്റും ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ഭീകരതകളും ഇതൊക്കെ ഒരു വംശീയ ഉന്മൂലനത്തിന്റെ ഭാഗമല്ലേ? ഇതൊക്കെ നടക്കുന്നത് ഈ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എന്നുള്ളതാണ് വിചിത്രം. അല്ലാതെ അന്ന് നടന്നതുപോലത്തെ ഏതെങ്കിലും രാജ്യഭരണ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നതാ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഭീകരവാദിയെ നേതാവായി കൊണ്ടു നടക്കുന്ന അങ്ങയുടെ അടുത്ത് നോക്കി ഇതൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. കെ.എസ്. രാധാകൃഷ്ണൻ സാറേ, ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതൊന്നുമല്ല ചർച്ച ചെയ്യാനുള്ളത്. 400-500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ല ചർച്ച ചെയ്യാനുള്ളത്. ഇന്ത്യയിലെ ആത്മാവായ ജീവനാഡിയായ കർഷകരുടെ വിഷയങ്ങളാണ്. കർഷക ആത്മഹത്യകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും തൊഴിലില്ലാതെ വീടും നാടും കൂടും ഉപേക്ഷിച്ച് ഈ ദേശത്ത് നിന്ന് ഓടിപ്പോകാൻ വിധിക്കപ്പെടുന്ന കോടിക്കണക്കിന് യുവജനങ്ങളുടെ വിഷയങ്ങളാണ്. ലക്ഷക്കണക്കിന് യുവജനങ്ങളെയും കുട്ടികളെയും ഭാവിയെ ബാധിക്കുന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളെക്കുറിച്ചാണ്. ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിഭീകരമായ വേട്ടകളെക്കുറിച്ചാണ് ഇന്നത്തെ ഇന്ത്യക്ക് സംസാരിക്കാനുള്ളത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് അടച്ചു പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് സ്കൂളുകളെ പറ്റിയാണ്. മലയോര ജനതയെ ജീവിക്കാൻ അനുവദിക്കാത്ത കാടത്തം നിറഞ്ഞ വനം വന്യജീവി നിയമങ്ങളെക്കുറിച്ചാണ്. കോർപ്പറേറ്റുകൾക്ക് നിങ്ങൾ തീവ്രതയിൽ കൊടുക്കുന്ന നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇന്ത്യക്ക് സംസാരിക്കാനുള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നതിനെക്കുറിച്ചും കാശ് കൊടുത്ത് ജനാധിപത്യത്തെ അതല്ലെങ്കിൽ ആ വ്യവസ്ഥിതികളെ തകർക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഭരണത്തിലും മറ്റും മതം തിരികെ കയറ്റുന്നതിനെക്കുറിച്ചും മതവർഗീയ തീവ്രവാദം വിതറുന്ന അങ്ങയെയും ടി.ജി. മോഹൻദാസിനെയും പോലെയുള്ള സംഘപരിവാർ കൊടും വിഷങ്ങളെയും കുറിച്ചാണ്. അല്ലാതെ മുൻപ് പറഞ്ഞതുപോലെ 400-500 വർഷങ്ങൾക്ക് മുമ്പ് വൈദേശിക സാമ്രാജ്യ ശക്തികളുടെ ഭരണകൂടങ്ങൾ ഇവിടെ നടത്തിയ ഏതെങ്കിലും പ്രവൃത്തികളെ കുറിച്ചല്ല. ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരുടെ തലച്ചോറിനെ ചാണകച്ചോറാക്കി മാറ്റാനുള്ള ഇത്തരം ഉടായ്പകളെല്ലാം വർഗീയ വിഷം ചീറ്റി വരുന്നതിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മലയാളികൾ എന്നത് മാത്രമാണ് ഇന്ന് ഈ നാടിൻ്റെ ആശ്വാസം. പ്രിയമുള്ള സാർ, ഒരു വാക്കുകൂടി, ക്രിസ്തുവിന് വേണ്ടി ഒരിക്കലും ക്രൈസ്തവർ വാളെടുത്തിട്ടില്ല, ഇനി എടുക്കത്തുമില്ല, ഒരിക്കലും എടുക്കേണ്ടി വരികയുമില്ല.